ഹായ് ഫ്രണ്ട്സ്, വളരെ ടെൻഷനായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ വാർ എന്ന് പറയുന്നത് ഓരോ ദിവസം എസ്കലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ വാർ മാർക്കറ്റ്സിനെ, അത് ഇന്ത്യൻ മാർക്കറ്റിനെ ആണെങ്കിലും വേൾഡ് മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഏതാനും പോയിന്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതൊക്കെ നമുക്ക് അറിയാമല്ലേ, ബേസിക്കലി ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻ്റ് ആണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടൊരു കാര്യം. $60 താഴെയായിരുന്നു ഒരു 10 days ബാക്ക് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. അതിപ്പോൾ $75 അടുത്തെത്തി എന്ന് പറയുന്നത് തന്നെ അത് എന്തുമാത്രം സംതിങ് അറൌണ്ട് 20% കയറി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. സോഫാർ ഈ വാർ തുടങ്ങിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്ന ആ വഴി കൂട്ടാണ് എനർജിയുടെ വലിയൊരു ഭാഗം, ക്രൂഡിൻ്റെ വലിയൊരു ഭാഗം, അതുപോലെ നാച്ചുറൽ ഗ്യാസിൻ്റെ വലിയ ഭാഗം അതിൻ്റെ ട്രാൻസ്ഷിപ്പിന് നടക്കുന്നത്. അപ്പം ആ ഒരു പ്ലേസ് അത് കംപ്ലീറ്റ് ലോക്ക്ഡൗണിലേക്ക് പോവുകയാണെങ്കിൽ അത് വേൾഡ് മാർക്കറ്റിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എസ്പെഷ്യലി ചൈനീസ് മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ്, പല മാർക്കറ്റ്സിനെയും സീരിയസ് ആയിട്ട് ബാധിക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന കൺട്രിയാണ് ഖത്തർ. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും ലോക്ക്ഡൗൺ വന്നാൽ ഖത്തറിൻ്റെ സപ്ലൈസ്, നാച്ചുറൽ ഗ്യാസിൻ്റെ സപ്ലൈസിനെ അത് വളരെ ഡീപ്പായിട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് യൂറോപ്പിലെ നാച്ചുറൽ ഗ്യാസിൻ്റെ അവൈലബിലിറ്റിയും വ്യത്യാസം വരുത്തും. നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസ് അൺബിലീവബിളി ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യൂറോപ്പിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ക്രൂഡ്, നമ്മൾ പറഞ്ഞല്ലോ, ക്രൂഡിൻ്റെ കറണ്ട് അവസ്ഥ $75 ആണെങ്കിൽ ഇന്നലെ ആഫ്റ്റർ US അറ്റാക്കിന് ശേഷം വീക്കെൻഡ് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ക്രൂഡിൻ്റെ ഡെറിവേറ്റീവ് ഫോം ക്ലോസ് ടു 9% ആണ് കയറിയിരിക്കുന്നത്. ഒരു പക്ഷേ നാളെ ക്രൂഡ് അറൌണ്ട് $80 ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്താൽ, അല്ലെ ബ്രെൻഡ് ക്രൂഡിൻ്റെ പ്രൈസ് ഓപ്പൺ ചെയ്താൽ ആവശ്യപ്പെടാനായിട്ടുള്ള ഒരു കാര്യമില്ലെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഇതിനോടൊപ്പം തന്നെ ട്രംപിൻ്റെ ആ താരിഫിന് ട്രംപ് കൊടുത്ത 90 days ആ ഒരു പീരീഡും കൂടെ സമാപിക്കുകയാണ് ശരിക്കും. ബട്ട് ഓൾറെഡി US ഒരു ആൻറ്റി താരിഫ് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്. US ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ പാൽട്രി 1.4% ആണ് ഇക്കൊല്ലത്തെ ഗ്രോത്ത് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ക്രൂഡിൻ്റെ എസ്കലേറ്റീവ് പ്രൈസും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും US സംബന്ധിച്ച് ഒരു പക്ഷേ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ശരിക്കും ഇൻഫ്ലേഷൻ വീണ്ടും 4% മേളിൽ പോകാനുള്ള സാധ്യത US സംബന്ധിച്ചുണ്ട്. അക്രോസ് വേൾഡിൽ എല്ലാ കൺട്രികളും ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇൻഫ്ലേഷനാണ് ശരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, സെൻട്രൽ ബാങ്ക്സ്, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു ഇൻട്രസ്റ്റ് നല്ലവണ്ണം കുറയുന്ന കാഴ്ചയാണ് കണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ലിക്വിഡിറ്റിയുടെ ഇഷ്യൂവിൽ മാർക്കറ്റിൽ നിന്ന് മാത്രം താഴെ പോയെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഇൻഫ്ലേഷൻ കൂടിയാൽ ബാങ്ക്സ് ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇൻഫ്ലേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് ലിക്വിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ അത് ബേസിക്കലി പല ഇൻഡസ്ട്രികളെയും ഓവറോൾ മാർക്കറ്റ്സിനെയും സീരിയസ് ആയിട്ട് അത് വലിയൊരു രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ ഉള്ള മാർക്കറ്റിലാണ്, ഉള്ളൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൊവൈഡഡ് ഈ വാർ കുറെ കൂടി ഡെപ്തിലും ലെങ്തിലും അത് എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ എങ്ങനെയൊക്കെ നീങ്ങാൽ ക്രൂഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു $120-130 വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ധാരാളം കൺട്രികളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട്, ബേസിക്കലി അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഒരു സൈഡിൽ ക്രൂഡിൻ്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട്, നാച്ചുറൽ ഗ്യാസിൻ്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട്, ഇതിനൊക്കെ അവൈലബിലിറ്റി, ട്രാൻസ്ഷിപ്പിൻ്റെ ഷോർട്ടേജ് വരുന്നതുകൊണ്ട് ഒരു സൈഡിൽ മേക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ തന്നെ എക്സ്പോർട്സിനെ സീരിയസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റ് പരിധി കൂടുതൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സീരിയസ് ആയിട്ട് ട്രാൻസ്ഷിപ്മെൻറ്റ് കോസ്റ്റുകൾ കൂടിക്കഴിഞ്ഞാൽ എക്സ്പോർട്സിനെ, കമ്പനികളുടെ പ്രോഫിറ്റ്സിനെ ഒക്കെ ബാധിക്കാനുള്ള സാധ്യത ലോങ് ടൈം നമുക്ക് കാണാൻ സാധിക്കും പ്രസന്റ് സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഏതാനും ആഴ്ചകളും വേൾഡ് മാർക്കറ്റിന് വളരെ ക്രിട്ടിക്കലാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ട്രേഡ്സ് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഒരു ദിവസം നിഫ്റ്റി കയറി എന്ന് വെച്ച് ആ നിഫ്റ്റിക്ക് ഫോളോ അപ്പ് ക്യാൻഡിൽ വന്നില്ല, നിഫ്റ്റി അനകൽ സ്പീഡിൽ ഇറങ്ങിപ്പോവാണെങ്കിൽ നമ്മൾ ഒരു എന്താ പറയണ്ടേ, നമ്മൾ ബേസിക്കലി പറയുന്നത് ഫ്ലാഷ് ഓൺ എ ഫ്രൈങ് പാൻ എന്ന ലെവലിലേക്ക് നമ്മൾ ട്രേഡിനെ മാറ്റാൻ നമുക്ക് പാടില്ല. നമ്മൾ ട്രേഡിനെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടിട്ട് ആ ട്രേഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ കണ്ടിട്ട് ഏറ്റവും ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ബേസിക്കലി പ്രസൻറ്റിൽ ക്രൂഡ് ഒരു വലിയൊരു ഫാക്ടറായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ക്രൂഡിൻ്റെ ഇമ്പാക്റ്റ് കുറവുള്ള കമ്പനീസൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക, എസ്പെഷ്യലി നമ്മൾ Q1 റിസൾട്ടിലേക്ക് കടക്കുന്ന ഈ അവസ്ഥയിൽ. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ നമുക്ക് കണ്ടുപിടാം.